വിശദമായ വാർത്തയിലേക്ക്. നയപ്രഖ്യാപന പ്രസംഗത്തെ ചൊല്ലിയുള്ള വിവാദം അനാവശ്യമെന്ന് ഗവർണറുടെ വിശദീകരണം. അർദ്ധസത്യങ്ങൾ നയപ്രഖ്യാപനത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു. ഭേദഗതി വരുത്തി അയക്കാമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും അതുണ്ടായില്ലെന്നും ലോക് ഭവൻ ഇറക്കിയ വിശദീകരണത്തിൽ പറയുന്നു. രാവിലെ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തി ഗവർണർ പോയതിനു ശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ആദ്യം കാണാം. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. സെയ്ഫുദ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, രാവിലെ സഭയിൽ സംഭവിച്ചത് കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ലോക്സഭ അതിൽ വിശദീകരണം നൽകുന്നു. വിവാദം അനാവശ്യമാണ് എന്നാണ് വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇത് ഒരു അസാധാരണ സംഭവമായിരുന്നു. മുഖ്യമന്ത്രി ഗവർണറെ വാഹനത്തിൽ കയറ്റി അയച്ച ശേഷം തിരികെ ഫ്ലോറിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ കസേരയിലേക്ക് വന്ന് അവിടെ വെച്ചിരുന്ന ഈ പേപ്പർ എടുത്ത് അദ്ദേഹം വായിക്കുകയായിരുന്നു. ഖണ്ഡിക 12, 15, 16 ഈ 3 ഖണ്ഡികകളാണ് അദ്ദേഹം ഒഴിവാക്കിയത്. അതിനകത്ത് ചില വാചകങ്ങൾ ഒഴിവാക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയിട്ടുണ്ട്. അത് ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. മന്ത്രിസഭ അംഗീകരിച്ച അതേ നയപ്രഖ്യാപനം വായിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ചുമതല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അത് സഭയിൽ വായിക്കുകയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം സഭയുടെ രേഖയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തത്. ഗവർണർ കുറച്ച് സാധനങ്ങളൊന്നും തന്നെ ആ രേഖയുടെ ഭാഗമായി മാറിയിട്ടില്ല. എല്ലാം അത് ഉൾക്കൊള്ളുന്ന മന്ത്രിസഭ അംഗീകരിച്ച അതേ രീതിയിൽ തന്നെ അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഗവർണറുടെ ഒരു വിശദീകരണം, ലോക്ഭവന്റെ ഒരു വിശദീകരണം വരുന്നത് ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യവും അടിസ്ഥാനരഹിതവുമാണ് എന്നുള്ളതാണ് ഗവർണർ വിശദീകരിക്കുന്നത്. ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളുടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി വായിക്കണമെന്നായിരുന്നു സർക്കാരിൽ നിന്നുണ്ടായ വിവരം. മാത്രമല്ല, ലോക്ഭവൻ നിർദ്ദേശ ഭേദഗതികളുടെ പ്രസംഗം വീണ്ടും അയച്ചു തരാമെന്ന സൂചന നൽകിയിരുന്നു. ഇതനുസരിച്ച് താൻ അതിനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ രാത്രി 12 മണിയോട് കൂടി താൻ കോഴിക്കോട് നിന്ന് തിരികെ എത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് ആ ഭേദഗതികളോടെ ഇത് അയച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത് വായിക്കാൻ വേണ്ടിയുള്ള ഇട നൽകിയത്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ വളരെക്കാലം അംഗീകാരം കിട്ടാത്തതിനെ തുടർന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെന്നും പരമോന്നത കോടതി ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടുവെന്നും അതിലൊരു ഖണ്ഡികയിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് 15ാമത്തെ ഖണ്ഡികയിലാണ് അത് പറയുന്നത്. എന്നാൽ അങ്ങനെ ഭരണഘടനാ ബെഞ്ചിന് അത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഗവർണറുടെ വാദം. അത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ട കാര്യമില്ല, അത് ബെഞ്ച് പരിശോധിച്ച് അതിന് ഉചിതമായ തീരുമാനമെടുത്ത് വെച്ചിരിക്കുകയാണ്, അല്ലാതെ ഭരണഘടനാ ബെഞ്ചിന് അത് വിട്ടിട്ടില്ല എന്ന വാദം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. കേന്ദ്ര നിലപാട് സാമ്പത്തിക ഫെഡറലിസം സംബന്ധിച്ച ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുകയാണ് എന്ന പരാമർശവും കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക് ഭവൻ നിർദ്ദേശിച്ചിരുന്നു. പകരം മുൻകൂർ തുകകൾ നിഷേധിക്കുന്നതിന് ഫലമായി കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായി രേഖപ്പെടുത്താനാണ് ലോക് ഭവൻ നിർദ്ദേശിച്ചിരുന്നത്. അതങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. മന്ത്രിസഭ അംഗീകരിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വായ്പ എടുക്കുന്നതിന് വലിയ കുറവുണ്ടാകുന്നു, കടം വാങ്ങാൻ കഴിയുന്നില്ല, ഈ പ്രശ്നങ്ങളാണ് അതിനകത്ത് മന്ത്രിസഭ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഗവർണർ മറ്റൊരു കാര്യം പറയുന്നു, അത് ഉൾപ്പെടുത്തിയിട്ടും ഇല്ല. എന്നാൽ ഗവർണർ സർക്കാർ പോരിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇത് ഒരു പോരിൻ്റെ തുടക്കമാകാനുള്ള സാധ്യതയെല്ലാം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിയമസഭ പാസ്സാക്കി ബില്ലുകൾ അങ്ങോട്ട് വിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. 4 ബില്ലുകളോളം അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുണ്ട്. സ്വകാര്യ സർവകലാശാല ബില്ലടക്കമുള്ള ബില്ലുകൾ അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. ഇതിനിടയിൽ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു ഗവർണർ സർക്കാർ പോരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുഴഞ്ഞു മറിയും കേരളം. നൽകുമ്പോഴും അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു പോരിലേക്ക് ഇനിയിപ്പോൾ കടന്നില്ലെങ്കിൽ കൂടി ഈ ബില്ലുകളെല്ലാം ഇരിക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാർ അത് ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു അതൃപ്തി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയായിരിക്കും സർക്കാർ മുൻകൈയെടുത്ത് അത് ഇല്ലാതാക്കാൻ നോക്കുന്നത്? ഈ സമയത്ത് പ്രതിപക്ഷം ഏതു തരത്തിലാണ് വിഷയവുമായി പ്രതികരിക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണ സംസ്ഥാന സർക്കാരിന് ഇന്ന് നിയമസഭയിൽ കിട്ടിയിരുന്നു. ഭരണഘടന പറയുന്ന രീതിയിലാണ് സർക്കാർ പ്രവർത്തിച്ചത്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം വേണം സഭയുടെ രേഖയായി മാറാൻ. അതാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഗവർണർ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ അതിൻ്റെ പിന്തുണ നൽകിയിരുന്നു. പക്ഷെ വരും ദിവസങ്ങളിൽ ആ പിന്തുണ അങ്ങനെ തന്നെ തുടരണം എന്നില്ല.
സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നു, പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ബില്ല് അദ്ദേഹം പിടിച്ചു വച്ചിരിക്കുന്ന കാര്യത്തിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പാണ്, അതിനു മുമ്പ് ബില്ലുകൾ പാസ്സാക്കി എടുക്കണം. ഒരു സർക്കാർ പാസ്സാക്കിയ ബില്ലുകൾ അങ്ങനെ വെച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന്റെ വശം സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇരിക്കുന്നുണ്ട്. അതിനോട് ഗവർണർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ അവസാനമായി സൂചിപ്പിച്ചത്. ഇനി ഒരു യുദ്ധഭൂമിയായി മാറുകയാണ് കേരളം മുഴുവൻ. നിയമസഭ മാത്രമല്ല, അല്ലാതെ പല വിഷയങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ഒരു ഹീറ്റ്, ഒരു ചൂട്, രാഷ്ട്രീയ ചൂട് കേരളത്തിലെ മണ്ണിലും എല്ലാത്തിലും വന്നു ചേർന്നൊരു സമയമാണിത്. ഇപ്പോൾ പ്രതിപക്ഷവുമായിട്ടുള്ള പോര് ഓരോ വിഷയത്തിലും ഓരോ ദിവസം കിടക്കുകയാണ്. ഇപ്പോൾ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നുണ്ടെങ്കിൽ നാളെ സ്വർണ്ണപ്പാളി ആയിരിക്കും, മറ്റന്നാൾ രാഹുൽ മാങ്കൂട്ടം ആയിരിക്കും, പിന്നീട് ഒരു ദിവസം പുനർജനി ആയിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസം ആ രാഷ്ട്രീയ ചൂട് അങ്ങനെ തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തന്നെയാണ്. ശരി, സേഫ്.